ഹലോ കൂട്ടുകാരേ, ഇന്നത്തെ കഥയുടെ ഗുണപാഠമിതാണ്. നമ്മുടെ വേഗതയല്ല, മറിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. ക്ഷമയോടെയുള്ള ഓരോ ചെറിയ ചുവടും വലിയ വിജയങ്ങളിലേക്കുള്ള പാതയാണ്. ഈ മനോഹരമായ കഥ നമുക്ക് കേട്ടുനോക്കാം. പണ്ട് പണ്ട് വളരെ അകലെ ആരും കാണാത്ത ഒരു മായവനമുണ്ടായിരുന്നു. സാധാരണ കാടുകളെപ്പോലെയല്ല അത്. അവിടെ മരങ്ങൾക്ക് വയലറ്റ് നിറമായിരുന്നു. ഇലകൾ രാത്രിയിൽ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുമായിരുന്നു. കാറ്റടിക്കുമ്പോൾ പൂക്കൾ സംഗീതം പൊഴിക്കുന്ന ആ മായവനത്തിൽ തുട്ടൻ എന്നു പേരുള്ള ഒരു കൊച്ചു ആമ താമസിച്ചിരുന്നു. തുട്ടൻ വളരെ നല്ലവനായിരുന്നു. പക്ഷെ അവന് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. അവൻ വളരെ പതുക്കെയാണ് നടന്നിരുന്നത്. അവന്റെ കൂട്ടുകാരായ മുയലുകളും മാനുകളും എന്തിന് ചെറിയ ഉറുമ്പുകൾ പോലും അവനെ മറികടന്നു പോകുമ്പോൾ തുട്ടന് വല്ലാത്ത വിഷമം തോന്നും. എനിക്ക് മാത്രം എന്താണ് വേഗത്തിൽ ഓടാൻ കഴിയാത്തത്? ഈ ലോകം മുഴുവനൊന്ന് വേഗത്തിൽ കണ്ടു തീർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തുട്ടൻ എപ്പോഴും ആലോചിക്കും. ഒരു ദിവസം രാത്രി തുട്ടൻ ഒരു വലിയ കൂൺകുടയുടെ താഴെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മിന്നു എന്ന മിന്നാമിനുങ്ങ് അവിടെ പറന്നു വന്നത്. മിന്നുവിന്റെ വെളിച്ചത്തിൽ തുട്ടന്റെ മുഖത്തെ സങ്കടം അവൾ കണ്ടു. എന്താ തുട്ടാ, മുഖത്തൊരു കാർമേഘം? മിന്നു ചോദിച്ചു. തുട്ടൻ തന്റെ സങ്കടം പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് മിന്നു പറഞ്ഞു, തുട്ടാ, ഈ മായവനത്തിന്റെ അറ്റത്ത് മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന ഒരു വെള്ളിമലയുണ്ട്. ആ മലയുടെ മുകളിൽ വേഗതയുടെ ഒരു മാന്ത്രിക കല്ലുണ്ട്. അതിൽ തൊട്ടാൽ നിനക്ക് ആഗ്രഹിക്കുന്ന വേഗത കിട്ടും. ഇത് കേട്ടതും തുട്ടന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അപ്പോളെ തന്നെ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഓർക്കടും മഴയിൽ പല തടസ്സങ്ങളും ഉണ്ടാവും, മിന്നു ഓർമ്മിപ്പിച്ചു. തുട്ടൻ തലയാട്ടി. അവൻ തന്റെ ചെറിയ ഭാണ്ഡവും എടുത്ത് യാത്ര തുടങ്ങി. ആദ്യം അവനെ കടക്കേണ്ടിയിരുന്നത് പാടും പുഴയായിരുന്നു. ആ പുഴയിലെ വെള്ളത്തിന് നല്ല വേഗതയായിരുന്നു. തുട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയതും ഒഴുക്കവനെ തള്ളിക്കൊണ്ടുപോയി. അവൻ വേഗത്തിൽ നീന്താൻ ശ്രമിച്ചു. കൈകാലുകൾ അടിച്ചുച്ചു. പക്ഷേ ഒഴുക്കിനെ തോൽപ്പിക്കാൻ അവനായില്ല. അവൻ തളർന്നുപോയി. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു ഇല വെള്ളത്തിനു മീതെ പതുക്കെ ഒഴുകി നീങ്ങുന്നു. തുട്ടൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് വെറുതെ ബലം പിടിക്കുന്നത്? അവൻ തന്റെ ശരീരം അയച്ചിട്ടു. പതുക്കെ, വളരെ പതുക്കെ അവൻ ഒഴുക്കിനൊപ്പം നീങ്ങി. സുരക്ഷിതമായി മറുകരയിലെത്തി. വേഗതയേക്കാൾ നല്ലത് ബുദ്ധിയാണ്, അവൻ തന്നോട് തന്നെ പറഞ്ഞു. യാത്ര തുടർന്നു. ഇപ്പോൾ അവൻ എത്തിയത് മഞ്ഞുകാട്ടിലാണ്. അവിടെ കനത്ത മൂടൽമഞ്ഞായിരുന്നു. ഒരടി മുന്നോട്ടു വെച്ചാൽ ഒന്നും കാണാൻ വയ്യ. തുട്ടൻ വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചപ്പോൾ വലിയൊരു മരത്തിന്റെ വേരിൽ തട്ടി മറിഞ്ഞു വീണു. അവന് വേദനിച്ചു. അവൻ എഴുന്നേറ്റ് നിന്ന് ദീർഘശ്വാസം വിട്ടു. അവൻ കണ്ണുകൾ അടച്ചു. കാടിന്റെ ശബ്ദം കേട്ടു. ദൂരെ ഒരരുവി ഒഴുകുന്ന ശബ്ദവും കിളികളുടെ ചിറകടിയും കേട്ട് ദിശ മനസ്സിലാക്കി. അവൻ വളരെ സാവധാനം ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് നടന്നു. വേഗത്തിൽ ഓടിയിരുന്നെങ്കിൽ അവൻ വഴിതെറ്റിപ്പോയേനെ. പക്ഷെ പതുക്കെ നടന്നതുകൊണ്ട് അവന് മഞ്ഞിലെ മനോഹരമായ നീലപ്പൂക്കളെയും മരപ്പൊത്തുകളിൽ ഒളിച്ചിരിക്കുന്ന ചെറിയ ജീവികളെയും കാണാൻ കഴിഞ്ഞു. ആ കാഴ്ചകൾ അവന് വല്ലാത്ത സന്തോഷം നൽകി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ തുട്ടൻ വെള്ളിമലയുടെ താഴെയെത്തി. മല കുത്തനെ നിൽക്കുകയാണ്. മുകളിലേക്ക് നോക്കിയാൽ തല കറങ്ങും. തുട്ടൻ കയറാൻ തുടങ്ങി. കുറച്ച് കയറുമ്പോഴേക്കും അവൻ തെന്നി താഴെ വീഴും. വീണ്ടും കയറും, വീണ്ടും വീഴും. അവന്റെ അടുത്തുകൂടെ ഒരു കാട്ടുപൂച്ച വേഗത്തിൽ ഓടിക്കയറിപ്പോയി. അത് കണ്ട് തുട്ടന് നിരാശ തോന്നി. പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. അവൻ തന്റെ നഖങ്ങൾ പാറയിടുക്കുകളിൽ ഉറപ്പിച്ചു. ഓരോ അടി വയ്ക്കുമ്പോഴും അവൻ താഴേക്ക് നോക്കിയില്ല, മുകളിലെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തുട്ടൻ മലമുകളിലെത്തി. അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. മായവനം മുഴുവൻ ഒരു പച്ചപ്പട്ടുപോലെ താഴെ വിരിച്ചു കിടക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ കയ്യെത്തും ദൂരത്ത്. അവിടെ ഒരു വലിയ പാറപ്പുറത്ത് പ്രായം ചെന്ന ഒരു മൂങ്ങ ഇരിപ്പുണ്ടായിരുന്നു. നീ ആ കല്ലന്വേഷിച്ചാണ് വന്നതല്ലേ? മൂങ്ങ ചോദിച്ചു. അതെ, എനിക്ക് വേഗത വേണം, തുട്ടൻ പറഞ്ഞു. മൂങ്ങ ചിരിച്ചു. തുട്ട, നീ ഇവിടെ വരെ എത്താൻ കുറേ ദിവസങ്ങളെടുത്തു. ആ യാത്രയിൽ നീ എന്തൊക്കെ കണ്ടു? തുട്ടൻ ഓർത്തുനോക്കി. പാടും പുഴയിലെ സംഗീതം, മഞ്ഞുകാട്ടിലെ നീലപ്പൂക്കൾ, വഴിയിലെ തിളങ്ങുന്ന കൂണുകൾ,
കിളികളുടെ പാട്ട്. അവനതൊക്കെ വിവരിച്ചു. ഇനി പറയൂ, ആ കാട്ടുപൂച്ച വേഗത്തിൽ ഓടി വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമോ? മൂങ്ങ ചോദിച്ചു. തുട്ടൻ ആലോചിച്ചു. ഇല്ല, വേഗത്തിൽ ഓടുന്നവർക്ക് ഈ ഭംഗിയൊന്നും കാണാൻ കഴിയില്ല. ശരിയാണ്, എനിക്ക് വേഗതയില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിന്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിഞ്ഞു, തുട്ടൻ തിരിച്ചറിഞ്ഞു. അവനിപ്പോൾ വേഗത വേണ്ടായിരുന്നു. അവൻ ആ മലമുകളിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടു. ആ കാറ്റ് അവനെ തഴുകി. തന്റെ സാവധാനമുള്ള യാത്രയാണ് തന്റെ ശക്തിയെന്ന് തുട്ടൻ മനസ്സിലാക്കി. തിരികെ ഇറങ്ങുമ്പോൾ തുട്ടൻ വളരെ സന്തോഷവാനായിരുന്നു. അവൻ ഓരോ ഇലയെയും തൊട്ടുനോക്കി ഓരോ പൂവിനോടും കിന്നാരം പറഞ്ഞു. മായവനത്തിലെ ഏറ്റവും സന്തോഷവാനായ ആമയായി തുട്ടൻ മാറി. അന്ന് രാത്രി അവൻ സുഖമായി ഉറങ്ങി. സ്വപ്നത്തിൽ അവൻ കണ്ടത് വേഗത്തിലോടുന്ന തന്നെയല്ല, മറിച്ച് മനോഹരമായ മായവനത്തിലൂടെ പാട്ടും പാടി നടന്നു നീങ്ങുന്ന തന്നെയാണ്. അങ്ങനെ തുട്ടൻ പഠിച്ചു, ജീവിതം ഒരു ഓട്ടമത്സരമല്ല, അതൊരു മനോഹരമായ യാത്രയാണ്.